ഈസി ലെമൺ റൈസ് ആൻഡ് അതിനുള്ള ചട്നി റെഡിയാക്കാം. അതിനായിട്ട് ഫസ്റ്റ് ബസ്മതി റൈസ് കഴുകി 20 മിനിറ്റ് കുതിർക്കാൻ വയ്ക്കുക. കുറച്ച് പുളി വെള്ളത്തിലിട്ട് വയ്ക്കുക. സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം പാൻ അടുപ്പിൽ വെച്ചിട്ട് ചന ദാൾ, ഉഴുന്ന്, പീനട്ട്സ് എന്നിവ ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. ഇത് റോസ്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് വേറൊരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് അതവിടെ വച്ചിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി വന്നിട്ട് ഇതിലിട്ട് കൊടുക്കുക. ഇത് റോസ്റ്റായി. നെക്സ്റ്റ് ഈ അരി വന്നിട്ട് ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും 90% വേവും. എന്നിട്ട് വടിച്ചു വയ്ക്കുക. കറിവേപ്പില എടുക്കുക. പിന്നെ ഞാൻ മുളക് റോസ്റ്റ് ചെയ്യാൻ മറന്നുപോയി. എന്നിട്ട് ഈ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളകും കപ്പലണ്ടിയും എല്ലാം കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും പുതിനയിലയും പിന്നെ പുളിവെള്ളവും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ചട്നി റെഡിയായി. ഇനി നമുക്ക് ലെമൺ റൈസ് റെഡിയാക്കാം. ഫസ്റ്റ് പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കണം. അത് ഞാൻ വിട്ടുപോയി. അടുത്ത് കുറച്ച് ഉഴുന്നും ചന ദാളും പീനട്ട്സും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. ഉഴുന്നും ചന ദാളും ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കണം. ഓഫ് ചെയ്തിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത് നാരങ്ങ നീര് ചേർക്കുമ്പോൾ കയ്പ്പ് രസം വരാതിരിക്കാനാണ്. അപ്പോൾ ഇത് ഞാൻ 2 നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് അരിച്ച് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് മാറ്റി വെച്ചിട്ടുള്ള റൈസും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് പതിയെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ചോറ് ഉടഞ്ഞു പോവും. അപ്പോൾ പതിയെ മിക്സ് ചെയ്തെടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ ലെമൺ റൈസ് റെഡിയായി. അപ്പോൾ ഇതിൽ കളർ കറക്റ്റായിട്ടില്ല, ഒരു യെല്ലോ കളറിൽ വരും. നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം സെർവ് ചെയ്തെടുത്താൽ മതി. ട്രൈ ചെയ്തിട്ട് കമൻറ്റിലൂടെ പറയൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ടാറ്റാ.